ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ SCRT ക്ലാസ്സിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ജനാധിപത്യവും അവകാശങ്ങളും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ഒരു ചാപ്റ്ററിൽ ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അതുപോലെ തന്നെ ജനാധിപത്യ ഭരണത്തിൽ പൗരന്മാർക്ക് ലഭിക്കുന്ന അവകാശങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമിൻ്റെ സിലബസിൽ വരുന്നൊരു ഭാഗമാണിത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ജനാധിപത്യവും അവകാശങ്ങളും. ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നെൽസൺ മണ്ടേലയുടെ ഒരു കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ളൊരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. ജനാധിപത്യത്തെക്കുറിച്ച് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുള്ളതാണിത്. ഇനി ആരായിരുന്നു ഈ നെൽസൺ മണ്ടേല എന്ന് കൊടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി. അപ്പോൾ ഇദ്ദേഹം ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിലെ കസോസ ഗോത്ര വിഭാഗത്തിലാട്ടോ. കസോസ ഗോത്ര വിഭാഗത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. 1918 ജൂലൈ 18 ഇദ്ദേഹത്തിന്റെ ജനനം. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയ വ്യക്തിയാണ് ഇദ്ദേഹം. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു ഇദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട ഇദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. അപ്പോൾ ഇദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ മുൻനിര പോരാളിയായിരുന്നു. ഇദ്ദേഹത്തിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ടു. ഇദ്ദേഹം എത്ര വർഷം? 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കയിൽ പ്രസിഡന്റായി. 2013 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ 1990 ഫെബ്രുവരി 11 ഇദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. പിന്നെ 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി ഇദ്ദേഹം. 2013 ഡിസംബർ 5 95 വയസ്സിൽ ഇദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഇനി ഇവിടെ ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ രാജ്യങ്ങളും അതുപോലെ അവിടുത്തെ ഗവൺമെന്റിന്റെ രൂപഘടനയാണ് കൊടുത്തിട്ടുള്ളത്. ഭൂട്ടാനിൽ ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയായിരുന്നു ഭൂട്ടാനിൽ നിലനിൽക്കുന്നത്. ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണമാണ്. ബ്രൂണൈ സുൽത്താൻ ഭരണമാണ്. അതുപോലെ മ്യാൻമാറിൽ പട്ടാള ഭരണം. ഭൂട്ടാൻ ഭരണഘടനാപരമായ രാജവാഴ്ച. പിന്നെന്താണ്? ഇന്ത്യയിൽ നമുക്കറിയാം ജനാധിപത്യ ഭരണം. അതുപോലെ ബ്രൂണൈയിൽ സുൽത്താൻ ഭരണമാണ്. മ്യാൻമാർ പട്ടാള ഭരണം. അപ്പോൾ അറിയാത്തത് നോട്ട് ചെയ്യട്ടോ. മ്യാൻമാറിൽ ഇപ്പോഴും പട്ടാള ഭരണമാണ്. ബ്രൂണൈ സുൽത്താൻ ഭരണമാണ്. ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് നിലനിൽക്കുന്നത്. ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുണാടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു. ഇവ ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ ഭൂട്ടാൻ രാജാവും ഭൂട്ടാനിൽ ഭരണം നടത്തുന്ന രാജാവും അതുപോലെ ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ചാടിസ്ഥാനത്തിലാണ് അധികാരത്തിൽ വരുന്നത്. ഇവിടെ ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണിവ. പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെന്റുകളിൽ പെടുന്നു. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. അപ്പോൾ ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. അപ്പം പട്ടാള ഭരണവും ഒരു ജനാധിപത്യേതര ഗവൺമെന്റുകൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണുള്ളത് നമുക്കറിയാം അല്ലേ. ഇന്ത്യയാണ് നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ത്യ അല്ലേ. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നു. ജനാധിപത്യ ഗവൺമെന്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെന്റുകളുടെയും സവിശേഷതകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെയാണ് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ ഗവൺമെന്റിന്റെയും ജനാധിപത്യേതര ഗവൺമെന്റിന്റെയും വ്യത്യാസങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആശയങ്ങളിലുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെന്റിൽ നടക്കുന്നത്. എന്നാൽ ജനാധിപത്യേതര ഗവൺമെന്റിൽ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
അധികാരം പരമ്പരാഗതമായിട്ട് കൈമാറുകയോ പിടിച്ചെടുക്കുകയാണ് ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ ചെയ്യുന്നത്. ഇനി എന്താണ്, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായിട്ട് ഉറപ്പ് നൽകുന്നുണ്ട് ജനാധിപത്യ ഗവൺമെൻറ്. എന്നാൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് ജനാധിപത്യേതര ഗവൺമെൻറ്. ഇനി ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. അപ്പോൾ ജനാധിപത്യേതര ഗവൺമെൻറ്റിന് എന്താണ്, ഭരണാധികാരി നിയമം പാലിക്കാൻ ബാധ്യസ്ഥനല്ല. കാരണം അവർ തീരുമാനിക്കുന്നതാണ് അവിടുത്തെ നിയമം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലും പണ്ടൊക്കെ എന്തായിരുന്നു, ഒരു ജനാധിപത്യേതര ഭരണമല്ലേ പണ്ടൊക്കെ നിലനിന്നിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം നിലവിൽ വന്നത്. ലോകത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് ജനാധിപത്യ ഭരണക്രമമാണ്. മറ്റുള്ള സമ്പ്രദായങ്ങളെ അപേക്ഷിച്ച് അതിനുള്ള മേന്മകളാണ് ഇതിന് കാരണം. എന്തൊക്കെ മേന്മകളാണ് ജനാധിപത്യ ഗവൺമെന്റിനുള്ളത് നോക്കാം. ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജനാഭിലാഷം മാനിക്കുന്നുണ്ട്, അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നുണ്ട്, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ജനാധിപത്യ ഗവൺമെന്റിന്റെ മേന്മകൾ എന്തൊക്കെയാന്ന് ചോദിച്ച് ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യട്ടോ. ജനാധിപത്യ രാജ്യങ്ങളും അതുപോലെ ഇതര രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ജനാധിപത്യം എന്താണ്, പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ട് അല്ലേ. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ എന്താണ്, പൗരാവകാശങ്ങൾ നിലനിൽക്കണം അല്ലേ. ഇന്ത്യയിൽ ഇപ്പം നിലവിലുള്ള ചില പൗരാവകാശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. ഈ ഒരു അവകാശങ്ങളൊക്കെ എന്താണ്, ജനാധിപത്യ രാജ്യങ്ങളിൽ മാത്രമാണ് ഫലപ്രദമായിട്ട് സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പിന്നുള്ള അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം ഒക്കെ അവരുടെ അവകാശങ്ങളാണ്. ജനാധിപത്യേതര രാജ്യങ്ങളിൽ എന്താണ്, ഈ ഒരു അവകാശങ്ങളൊന്നും അവിടുത്തെ പൗരന്മാർക്ക് ലഭിക്കുന്നില്ല. അടുത്തതായിട്ട് ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രനായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും അതറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത്? ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണിത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാ ബക്കറിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യം, സമാധാനം, അവകാശങ്ങൾ എന്നീ പദങ്ങളുടെ അർത്ഥം എന്തെന്നറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. അപ്പൊ എന്താണ് അവകാശങ്ങൾ? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും ഒക്കെ സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. അവകാശങ്ങളൊക്കെ ഫലപ്രദമായിട്ട് പൗരന് ലഭിക്കുന്നത് എന്താണ്? ജനാധിപത്യ വ്യവസ്ഥകളിലൂടെ മാത്രമാണ്. അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കാറുണ്ട്, എന്നാൽ രാജ്യത്തെ ഗവൺമെന്റുകളും സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇങ്ങനെ ഇന്ത്യയിലെ അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു ബോക്സിൽ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസ്സാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. അപ്പോൾ എന്താണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം? എന്താണ്? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിട്ട് ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസ്സാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. അപ്പോൾ ഇതാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. 1948 ഡിസംബർ 10 ഈ ഒരു സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. എന്നാണ് 1948 ഡിസംബർ 10. 1948 ഡിസംബർ 10 സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്.
അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഓരോ രാജ്യത്തും ഉണ്ടാവുന്നത്. നമ്മുടെ ഈ ഒരു കാലത്ത്, അതായത് ഈ ഒരു ആധുനിക കാലത്ത് അവകാശങ്ങളെ മനുഷ്യാവകാശങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ലഭ്യമാകേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 1948 ഡിസംബർ 10 നിലവിൽ വന്ന സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ചില പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും രൂപീകരണം. അപ്പം എന്താണ് ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ സംരക്ഷണത്തിനായിട്ടുള്ള സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെയും അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഒക്കെ രൂപീകരണം. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. അപ്പം എന്താണ് ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ പ്രസ്താവന രീതിയിൽ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമമനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകിയത്. ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. റിട്ടയർ ചെയ്തൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അല്ലെ. ഇവിടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നിലവിലിപ്പോൾ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ് ഇനി കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് PYQ ആയിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം LDയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പ്രസ്താവന രീതിയിൽ വന്നതാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ വരുന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപം നൽകിയിട്ടുണ്ട്. ഇനി ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉള്ളത്. ഇനി മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്.
ഇപ്പം നിലവിൽ കേരളത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് അല്ലേ. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇപ്പം നിലവിലുള്ളത് അലക്സാണ്ടർ തോമസ് ആണ് ചെയർമാൻ. ഇതാണ് കുട്ടികളുടെ അവകാശങ്ങൾ. എന്തൊക്കെയാണ് അവകാശങ്ങൾ? ഇവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അല്ലേ. പിന്നെന്താണ്? പേരിനും ദേശീയതയ്ക്കും പിന്നെ പഠിക്കാൻ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അതുപോലെ ബാലവേലയിൽ നിന്നുള്ള സംരക്ഷണത്തിനും. ഇതൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങളിൽ പെടുന്നത്. ബാല്യത്തിന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അർഹിക്കുന്നവരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009 പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് ഇത് എടുത്തു പറയുന്നു. അപ്പോൾ എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയതെന്നാണ് 2009 പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത്. ഇതാണ് RTE ആക്ട്. ഇത് എന്താണ്? വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണെന്ന് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഈ ഒരു നിയമം ഉറപ്പു നൽകുന്നുണ്ട്. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യവും കുട്ടികളുടെ അവകാശമാണ്. പഠിക്കാനുള്ള അവകാശം കുട്ടിയുടെ അവകാശമാണെന്ന് മനസ്സിലായില്ലേ. ഇനി മറ്റെന്തൊക്കെ അവകാശങ്ങളാണുള്ളത്? അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം. ഇതൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങളിൽ പെടുന്നത്. ഇനി എന്താണ്? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ചിത്രമാണ്. ബാലവേലയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്താണ്? ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു അവകാശങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ ഒരുപാട് ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്താണ്? ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ എന്താണ്? ബാലാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ്. കൈലാസ് സത്യാർത്ഥി 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിച്ചതിനാണ് ഇദ്ദേഹത്തിന് എന്താണ്? സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ 2014 മലാല യൂസഫ്സായിനോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? കൈലാസ് സത്യാർത്ഥി. ഇദ്ദേഹം ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനും അതുപോലെ തന്നെ എന്താണ്? മലാല യൂസഫ്സായിക്കും 2014 നോബൽ പ്രൈസ് ലഭിച്ചത്. മലാല യൂസഫ്സായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? മലാല യൂസഫ്സായി. അപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ ഇവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 2014 നമ്മൾ പറഞ്ഞു അല്ലേ. കൈലാസ് സത്യാർത്ഥിക്കും മലാല യൂസഫ്സായിക്കും 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എന്താണ്? ബാലാവകാശ കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താണ്? നമുക്ക് ഈ ഒരു ബാലാവകാശ കമ്മീഷനിൽ പരാതിപ്പെടാനാവും. അടുത്ത ഹെഡിങ് ആണ് സ്ത്രീകളുടെ അവകാശങ്ങൾ. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1979 എന്താണ്? സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. അപ്പം എന്തിനാണ്? സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായിട്ടാട്ടോ. 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. ഇവിടെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം. അപ്പോൾ തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കണം. അതുപോലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിലും തുല്യ പരിഗണന ലഭിക്കണം. അതുപോലെ സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം ലഭിക്കണം. ഇതൊക്കെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്.
സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ കമ്മീഷൻ കൈക്കൊള്ളുന്നതാണ്. അപ്പം പുരുഷനും സ്ത്രീക്കും തുല്യമായ പരിഗണന സമൂഹത്തിൽ ലഭിക്കേണ്ടതുണ്ട്. സ്ത്രീയുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും വനിതാ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും അവകാശ നിഷേധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷന് സമർപ്പിക്കാവുന്നതാണ്. ഈ പരാതികൾ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ കമ്മീഷന് കൈക്കൊള്ളുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് പൗരന്മാരുടെ അവകാശങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ അവകാശങ്ങളെ പോലെ തന്നെ കുറച്ച് കടമകളുമുണ്ട്. നമ്മൾ രാഷ്ട്രത്തിനോട് നിർവഹിക്കേണ്ട കടമകളുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ടേബിളിൽ അവകാശങ്ങളും കടമകളും കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എന്നത് എൻ്റെ കടമയാണ്. കുട്ടി എന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമയാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എൻ്റെ കടമയാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ചു കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. രാഷ്ട്ര സേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. അപ്പോൾ അവകാശങ്ങളും കടമകളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കടമകളില്ലാതെ അവകാശങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയില്ല. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ജനാധിപത്യ ഗവൺമെന്റും ജനാധിപത്യേതര ഗവൺമെന്റും. അപ്പോൾ ജനാധിപത്യ ഗവൺമെന്റിലെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, പൗരന്മാരുടെ അവകാശങ്ങൾ. ഇനി ജനാധിപത്യേതര ഗവൺമെന്റിലെ പൗരന്മാരുടെ അവകാശങ്ങൾ പരിമിതമാണ്. ഇനി എന്തൊക്കെ അവകാശം ഉണ്ട് എന്നുള്ളതാണ്. മനുഷ്യാവകാശങ്ങൾ, കുട്ടികൾക്കുള്ള അവകാശം, അതുപോലെ സ്ത്രീകളുടെ അവകാശമൊക്കെ ജനാധിപത്യ ഗവൺമെന്റിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്